ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ആൻഡു പുറത്ത് എന്തൊക്കെയോ ചെയ്യാണ്. നമുക്ക് ചോദിക്കാം ആൻഡുവിനോട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആൻഡു ഇവിടെ പുറത്ത് എന്താ ചെയ്യുന്നത്. ഹായ്, ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നത് എൻ്റെ ചെറിയൊരു ഗാർഡനിലേക്കാണ്. ഇത് ചെറിയൊരു ഗാർഡനാണ്. ഇത് ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം പുല്ല് നിറഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര പുല്ലാണ്. ഇത് ഇത് എന്താണ്, ചെക്കിയാണ്, റോസ് ചെക്കിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവാണ്. ഇപ്പോൾ പൂവൊന്നുമില്ല. ഇവിടെയുള്ള പുല്ലൊക്കെ നിറഞ്ഞ് വൃത്തികേടായി കിടക്കുകയാണ്. കുറേ ദിവസമായി വിചാരിക്കുന്നു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇത് ഞാൻ ഒരു 2 വർഷം മുന്നേ കുഴിച്ചിട്ടതാണ്. ഇതിന് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കറ്റാർവാഴ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, കറ്റാർവാഴ ഒന്ന് രണ്ട് ചെടിയുണ്ട് കറ്റാർവാഴേണ്ടത്. ഇതിലൊക്കെ പൂവുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓർക്കിഡ്. ഇത് അവക്കാഡോ ചെടിയാണേ. ഇത് 2 വർഷം കഴിയുമ്പം കായുണ്ടാവും. ഇത് ഞാൻ കുഴിച്ചിട്ടിട്ടിപ്പോൾ 1 വർഷമായി. ഇനിയിപ്പം അടുത്ത വർഷം കായുണ്ടാവുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു മുല്ലയും ഒരു കവുങ്ങുണ്ട്. ഇത് ഞാൻ മുന്നേ കുഴിച്ചിട്ടതായിരുന്നു. പിന്നെയാണ് അവക്കാഡോ കുഴിച്ചിട്ടത്. പക്ഷെ അവക്കാഡോൻ്റെ വളർച്ച കണ്ടിട്ട് ഇവർ 2 പേരും ഇപ്പോൾ അവക്കാഡോനോട് മത്സരിക്കുക. ആരാണ് ആദ്യം മേലോട്ട് പോകുക എന്നുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വേറെയുള്ളൊരു ചെടി ഇതാണ്. ഇതിന് പിന്നെ ഇങ്ങനത്തെ ഒരു പൂവാണ് ഉണ്ടാവുക. കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. പിന്നെ പക്ഷികളൊക്കെ തേൻ കുടിക്കാൻ വരും എപ്പോഴും ഇതിൻ്റെ മുകളിൽ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു രസമായിരിക്കും ഇങ്ങനെ പക്ഷികളെ കരച്ചിലെല്ലാം കേൾക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. കാരണം ഇതിന് നല്ല തണലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കിളിക്കൂട് പോലെ ഞങ്ങൾ ഇതിൽ നിൽക്കാറുണ്ട്. പിന്നെ നല്ല നനവ് വേണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ അവക്കാഡോയ്ക്ക് നന്നായിട്ട് നനയ്ക്കണം. നല്ല നനവ് വേണം. നല്ല നനവുണ്ടായാലാണ് ഇത് വളരെ വേഗം വളരും. ഓക്കെ, ഇന്ന് ഇത്ര നനച്ചാൽ മതി. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. ഓക്കെ, ബൈ.